രാഘവൻ നായരുടെ നിഴൽ വെള്ളത്തിൽ ഒരു ഭീകര രൂപമായി മാറിയത് കണ്ട് സേതുവും ഉണ്ണിയും തരിച്ചു നിന്നുപോയി. ടോർച്ച് പിടിച്ചിരുന്ന സേതുവിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. 90കളിലെ ആ നിശബ്ദ രാത്രിയിൽ കാടിൻ്റെ ഇലയനക്കങ്ങൾ പോലും ഇപ്പോൾ ശത്രുക്കളെ പോലെ അവർക്ക് തോന്നി. മാമ, നിങ്ങളുടെ നിഴൽ... ഉണ്ണിയുടെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. രാഘവൻ നായർ പതുക്കെ തിരിഞ്ഞു. അയാളുടെ കണ്ണുകൾ ഇപ്പോൾ പഴയതുപോലെ അല്ല. അതിൽ ഒരു വിചിത്രമായ തിളക്കം പടർന്നിരിക്കുന്നു. അയാൾ നിലത്ത് വെച്ച റാന്തൽ വിളക്ക് പതുക്കെ എടുത്തുയർത്തി. നിഴലുകൾ സത്യം പറയും കുട്ടികളെ. രാഘവൻ നായരുടെ ശബ്ദം ഇപ്പോൾ കൂടുതൽ ഗംഭീരവും പരുക്കനുമായി മാറിയിരുന്നു. നീലക്കൊടുവേലി വെറുതെ ആർക്കും കിട്ടില്ല. അതിന് ഒരു വില നൽകണം. വർഷങ്ങളായി ഞാൻ ഈ കാട്ടിൽ അലയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ വാതിൽ തുറക്കാൻ ഒരു ബലി വേണം. ശുദ്ധമായ രക്തത്തിൻ്റെ ബലി. അപ്പോഴാണ് കുളത്തിൻ്റെ അക്കരെ നിന്ന് ചെങ്ങഴി മുത്തശ്ശി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയത്. ആ ചിരി കാട് മുഴുവൻ പ്രതിധ്വനിച്ചു. അവൾ കയ്യിലുണ്ടായിരുന്ന കരിമ്പനയോല വെള്ളത്തിന് മുകളിലൂടെ വീശി. പെട്ടെന്ന് കുളത്തിലെ കറുത്ത വെള്ളം തിളച്ചു മറിയാൻ തുടങ്ങി. ഓടിക്കോ ഉണ്ണി, സേതു വിളിച്ചു പറഞ്ഞു. രണ്ടുപേരും തിരിഞ്ഞോടി. പക്ഷേ വഴിയിൽ വലിയ വള്ളിച്ചെടികൾ പാമ്പുകളെപ്പോലെ അവരുടെ കാലുകളിൽ ചുറ്റുന്നതായി അവർക്ക് തോന്നി. സേതു ടോർച്ചടിച്ച് നോക്കിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. അവർക്ക് ചുറ്റുമുള്ള മരങ്ങളെല്ലാം രാഘവൻ നായരുടെ രൂപത്തിലേക്ക് മാറുന്നു. എങ്ങോട്ട് നോക്കിയാലും റാന്തൽ വിളക്കുമായി നിൽക്കുന്ന രാഘവൻ നായർമാർ. ഇത് മായയാണ് സേതു, കണ്ണടച്ചോടിക്കോ, ഉണ്ണി വിളിച്ചു പറഞ്ഞു. ഓടുന്നതിനിടയിൽ സേതുവിൻ്റെ കാല് ഒരു മരവേലിൽ തട്ടി അവൻ നിലത്ത് വീണു. കയ്യിലിരുന്ന ടോർച്ച് തെറിച്ചുപോയി. ഇരുട്ടിൽ അവർ തനിച്ചായി. പെട്ടെന്ന് ഒരു വലിയ ചിറകടിയൊച്ച കേട്ടു. ആ ചെമ്പോത്ത് നേരെ വന്ന് സേതുവിൻ്റെ തോളിലിരുന്നു. അതിൻ്റെ കൂർത്ത നഖങ്ങൾ അവൻ്റെ ചർമ്മത്തിൽ ആഴ്ന്നിറങ്ങി. സേതു, ഉണ്ണി അവനെ സഹായിക്കാൻ അടുത്തേക്ക് വന്നു. പക്ഷേ ചെമ്പോത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയ സേതുവിന് പെട്ടെന്നൊരു കാഴ്ച കണ്ടു. ആ പക്ഷിയുടെ ചുവന്ന കണ്ണുകൾ മുത്തശ്ശി പണ്ട് പറഞ്ഞു തന്ന ഒരു രഹസ്യം തെളിഞ്ഞു വന്നു. നീലക്കൊടുവേലി കാക്കുന്ന പക്ഷി ശത്രുവല്ല, അത് വഴികാട്ടിയാണ്. ചെമ്പോത്ത് സേതുവിൻ്റെ തോളിൽ നിന്ന് പറന്നുയർന്നു. അത് ഒരു പ്രത്യേക ദിശയിലേക്ക് പറന്നുപോയി. രാഘവൻ നായരുടെ മായക്കാഴ്ചകൾ ഇല്ലാത്ത ഒരേ ഒരു വഴി അതായിരുന്നു. ആ പക്ഷി കാണിക്കുന്ന വഴിക്ക് വാ. സേതു ഉണ്ണിയെയും വലിച്ച് ആ ഇരുട്ടിലേക്ക് പാഞ്ഞു. പിന്നിൽ രാഘവൻ നായരുടെയും ചെങ്ങഴി മുത്തശ്ശിയുടെയും അലർച്ചകൾ കേൾക്കാമായിരുന്നു. അവർ കുളത്തിനടുത്തുള്ള ഒരു പഴയ ഗുഹയുടെ മുന്നിലെത്തി. ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരു നേർത്ത ഗന്ധം വരുന്നുണ്ടായിരുന്നു. കസ്തൂരിയുടെയും തുളസിയുടെയും മണം. അവർ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. അവിടെ ഗുഹയുടെ ചുമരുകളിൽ പഴയ കാലത്തെ ചില ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ആരും കാണാത്ത, ചരിത്രത്തിൽ മറഞ്ഞുപോയ ഏതോ രാജവംശത്തിൻ്റെ അടയാളങ്ങൾ. ഗുഹയുടെ അറ്റത്ത് ഒരു ചെറിയ ഉറവയുണ്ടായിരുന്നു. ആ ഉറവയിലെ വെള്ളം നീല നിറത്തിൽ തിളങ്ങുന്നു. ഇതാണോ നീലക്കൊടുവേലി നിൽക്കുന്ന ഇടം? ഉണ്ണി അത്ഭുതപ്പെട്ടു. പക്ഷേ ഗുഹയുടെ ഇരുട്ടിൽ നിന്ന് ഒരാൾ കൂടി പുറത്തേക്ക് വന്നു. അത് രാഘവൻ നായരോ മുത്തശ്ശിയോ ആയിരുന്നില്ല. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച, തോളിലൊരു വലിയ സഞ്ചി തൂക്കിയ ഒരു വഴിയാത്രക്കാരൻ. അയാളുടെ കയ്യിൽ ഒരു പഴയ കുടയുണ്ടായിരുന്നു. നിങ്ങൾ വൈകിപ്പോയി കുട്ടികളെ, അയാൾ പതുക്കെ പറഞ്ഞു. വാതിൽ തുറന്നു കഴിഞ്ഞു. ആ നിമിഷം ഗുഹയ്ക്ക് പുറത്ത് ഒരു വലിയ ഇടിമിന്നലുണ്ടായി. ആ വെളിച്ചത്തിൽ അവർ കണ്ടത് ഗുഹയുടെ കവാടത്തിൽ രാഘവൻ നായരും ചെങ്ങഴി മുത്തശ്ശിയും കൈകോർത്തു നിൽക്കുന്നതാണ്. അവരുടെ പിന്നിൽ കാട് മുഴുവൻ കത്തിയെരിയുന്നത് പോലെ ചുവപ്പും നീലയും കലർന്ന ഒരു വെളിച്ചം പടർന്നു. ഗുഹയുടെ കവാടത്തിൽ രാഘവൻ നായരും ചെങ്ങഴി മുത്തശ്ശിയും മല പോലെ തടസ്സമായി നിൽക്കുന്നു. പുറത്ത് ആകാശം ചോര നിറത്തിൽ തിളങ്ങുകയാണ്. മിന്നൽ വെളിച്ചത്തിൽ അവരുടെ നിഴലുകൾ ഗുഹയുടെ ഉൾഭിത്തികൾ ഭീമാകാരമായി പതിച്ചു. പക്ഷേ ഗുഹയ്ക്കുള്ളിൽ നിഗൂഢമായി പ്രത്യക്ഷപ്പെട്ട ആ മൂന്നാമൻ ആരാണ്?
നിങ്ങൾ നിങ്ങൾ ആരാണ്? സേതു കിതച്ചുകൊണ്ട് ചോദിച്ചു. അയാൾ തൻ്റെ പഴയ കുട പതുക്കെ മടക്കി ഭിത്തിയിൽ ചാരിവെച്ചു. അയാളുടെ കണ്ണുകൾ ഒരു വിചിത്രമായ ശാന്തതയുണ്ടായിരുന്നു. എന്നെ കൈപ്പത്തി വേലു എന്ന് വിളിക്കാം. ഈ കാടിൻ്റെ കാവൽക്കാരനായിരുന്ന എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞിട്ടുള്ള കഥകളിൽ നീലക്കൊടുവേലി തേടി 30 വർഷം മുൻപ് ഇറങ്ങിയതാണ് ഞാൻ. അന്ന് കൂടെ ഉണ്ടായിരുന്നതാണ് ഈ രാഘവൻ. വേലുവിൻ്റെ വാക്കുകൾ കേട്ട് രാഘവൻ നായർ ഒന്നലറി. വേലു, നീ ഇനിയും ചത്തില്ലേ? ആ കൊടുവേലി എനിക്കുള്ളതാണ്. അത് തന്നാൽ ഇവരെ ഞാൻ വിടാം. അവൻ പറയുന്നത് കേൾക്കരുത് കുട്ടികളെ. വേലു അവരുടെ അടുത്തേക്ക് നീങ്ങി. രാഘവൻ പണ്ടേ ആ മന്ത്രവാദിനിയുടെ അടിമയായി കഴിഞ്ഞു. നീലക്കൊടുവേലി വിരിയുന്നത് ഈ ഗുഹയുടെ ഏറ്റവും ഉള്ളിലെ നിലവറയിലാണ്. അത് വിരിയുന്ന നിമിഷം ആരത് തൊടുന്നുവോ അവർക്ക് കാലത്തെ കീഴടക്കാം. പക്ഷേ അതിന് നൽകേണ്ട വില നിഷ്കളങ്കമായ മനസ്സിൻ്റെ ബലിയാണ്. പെട്ടെന്ന് മുത്തശ്ശി തൻ്റെ കയ്യിലുണ്ടായിരുന്ന മന്ത്രദണ്ഡ് തറയിലടിച്ചു. ഗുഹയ്ക്കുള്ളിലേക്ക് കറുത്ത പുക പടരാൻ തുടങ്ങി. ആ പുകയിൽ നിന്ന് വിചിത്രമായ രൂപങ്ങൾ പുറത്തു വന്നു. മൺമറഞ്ഞു പോയ ആത്മാക്കൾ. പഴയ ഐതിഹ്യങ്ങളിൽ കേട്ടിട്ടുള്ള ചാത്തന്മാരും മറുതകളും ഗുഹയുടെ ചുമരുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് ഉണ്ണി പേടിച്ച് സേതുവിനെ കെട്ടിപ്പിടിച്ചു. സേതു, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഉണ്ണി കരഞ്ഞുപോയി. ഭയപ്പെടേണ്ട. വേലു തൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരു ഉണങ്ങിയ വേര് പുറത്തെടുത്തു. അതൊരു കരിനൊച്ചി വേരായിരുന്നു. അയാൾ അതുകൊണ്ട് നിലത്തൊരു വട്ടം വരച്ചു. ഇതിനകത്ത് നിൽക്കുക. ആ പുക നിങ്ങളെ തൊടില്ല. ഗുഹയുടെ പുറത്തുനിന്ന് രാഘവൻ നായർ ഗുഹയ്ക്കുള്ളിലേക്ക് ഓരോ ചുവടായി വെച്ചു. അയാളുടെ ഓരോ ചുവടിലും തറ വിണ്ടുകീറുന്നത് പോലെ തോന്നി. റാന്തൽ വിളക്കിലെ വെളിച്ചം ഇപ്പോൾ കടും ചുവപ്പായി മാറിയിരിക്കുന്നു. വേലു, ആ കുട്ടികളെ എനിക്ക് വിട്ടു തന്നേക്ക്. അല്ലെങ്കിൽ ഈ ഗുഹ നിങ്ങളുടെ ശവപ്പറമ്പാകും. രാഘവൻ അലറി. അതേസമയം ഗുഹയുടെ അറ്റത്തുള്ള നീല ഉറവയിൽ നിന്ന് ആ വെളിച്ചം കൂടുതൽ ശക്തമായി. ഉറവയുടെ നടുവിൽ ഒരു ചെറിയ നീലമുട്ട് പതുക്കെ വിരിയാൻ തുടങ്ങി. നീലക്കൊടുവേലി. അതിൻ്റെ ഇതളുകൾ ഓരോന്നായി വിടരുമ്പോൾ ഗുഹയ്ക്കുള്ളിൽ ഒരു ദിവ്യമായ സംഗീതം കേൾക്കും പോലെ തോന്നി. സേതു നോക്ക്, ഉണ്ണി വിളിച്ചു പറഞ്ഞു. ചെമ്പോത്ത് പെട്ടെന്ന് ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് പറന്നിറങ്ങി ആ നീലമുട്ടിനു ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ചെങ്ങഴി മുത്തശ്ശിയുടെ മുഖത്ത് അത്യാഗ്രഹം ജ്വലിച്ചു. അവൾ മന്ത്രങ്ങൾ ഉറക്കെ ചൊല്ലാൻ തുടങ്ങി. ഗുഹയുടെ ഭിത്തികൾ വിറയ്ക്കാൻ ആരംഭിച്ചു. മുകളിൽ നിന്ന് കല്ലുകൾ താഴേക്ക് വീണു. ആ ചെടി വിരിഞ്ഞു കഴിഞ്ഞു. വേലു പറഞ്ഞു, സേതു, നീ വേണം അത് തൊടാൻ. നിന്റെ മനസ്സിലെ നിഷ്കളങ്കതയ്ക്ക് മാത്രമേ ആ ശക്തിയെ താങ്ങാൻ കഴിയൂ. രാഘവനോ മുത്തശ്ശിയോ അത് തൊട്ടാൽ ഈ ലോകം അന്ധകാരത്തിലാകും. പക്ഷേ രാഘവൻ നായർ അവരെ ലക്ഷ്യമാക്കി ചാടി വീണു. സേതുവിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർന്നു. താൻ വിശ്വസിച്ച നായർ മാമനെ എങ്ങനെ എതിർക്കും? തൻ്റെ സുഹൃത്തിനെ എങ്ങനെ രക്ഷിക്കും? മിന്നൽ പിണരുകൾ ഗുഹയുടെ കവാടത്തെ വെളിച്ചത്തിലാക്കിയപ്പോൾ സേതു നീലക്കൊടുവേലി ലക്ഷ്യമാക്കി ഓടി. പിന്നിൽ രാഘവന്റെ റാന്തൽ വിളക്ക് അവനെ പിന്തുടർന്നു. നീലക്കൊടുവേലിയുടെ ഇതളുകൾ വിടരുംതോറും ഗുഹയ്ക്കുള്ളിലെ മഞ്ഞു വെളിച്ചം മാറി എല്ലാം ഒരു നീലക്കടലിനടിയിൽ എന്ന പോലെയായി. രാഘവൻ നായർ സേതുവിനെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു. അയാളുടെ റാന്തൽ വിളക്കിലെ ചുവന്ന വെളിച്ചം സേതുവിൻ്റെ മുഖത്ത് ഭീതിയുടെ നിഴലുകൾ തീർത്തു. സേതു, മാറിക്കോ, ഉണ്ണി വിളിച്ചു പറഞ്ഞു. പക്ഷേ രാഘവൻ നായർക്ക് അടുത്തേക്കെത്താൻ കഴിഞ്ഞില്ല. കൈപ്പത്തി വേലു വരച്ച ആ വട്ടത്തിനു ചുറ്റും അദൃശ്യമായ ഒരു മതിലുയർന്നു. രാഘവൻ നായർ ആ മതിലിൽ തട്ടി തെറിച്ചു വീണു. അയാളുടെ കയ്യിലിരുന്ന റാന്തൽ വിളക്ക് നിലത്ത് വീണുടഞ്ഞു. അപ്പോഴാണ് ഒരത്ഭുതം കണ്ടത്. വിളക്കുടഞ്ഞപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നത് എണ്ണയല്ല, മറിച്ച് കറുത്ത നിറത്തിലുള്ള വിചിത്രമായ ഒരു പുകയായിരുന്നു. രാഘവ, നിന്റെ ആത്മാവിനെ നീ ആ വിളക്കിലാണോ ബന്ധിച്ചു വച്ചിരിക്കുന്നത്? വേലു ഗർജിച്ചു. ചെങ്ങഴി മുത്തശ്ശി ഗുഹയ്ക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറി. അവളുടെ മന്ത്രദണ്ഡ്
തറയിലിടിച്ചപ്പോൾ, രാഘവ, നിന്റെ ആത്മാവിനെ നീ ആ വിളക്കിലാണോ ബന്ധിച്ചു വെച്ചിരിക്കുന്നത്? വേലു ഗർജിച്ചു. ചെങ്ങഴി മുത്തശ്ശി ഗുഹയ്ക്കുള്ളിലേക്ക് അതിക്രമിച്ച് കയറി. അവളുടെ മന്ത്രദണ്ഡ് തറയിലിടിച്ചപ്പോൾ ഗുഹയുടെ തറ പിളരാൻ തുടങ്ങി. വേലു, നിന്റെ ഈ കരുനൊച്ചി വിദ്യകൾ എൻ്റെ മുന്നിൽ നടപ്പില്ല, മുത്തശ്ശി ആക്രോശിച്ചു. പെട്ടെന്ന് ഗുഹയുടെ ഭിത്തികളിൽ വരച്ചിരുന്ന ആ പഴയ ചിത്രങ്ങൾ ജീവൻ വെച്ചു. ചിത്രത്തിലെ യോദ്ധാക്കൾ കയ്യിലുണ്ടായിരുന്ന കുന്തങ്ങൾ മുത്തശ്ശിക്ക് നേരെ ചൂണ്ടി. 90കളിലെ ആ ഗ്രാമീണ ഐതിഹ്യങ്ങളിലെ കാവൽഭൂതങ്ങൾ ഉണർന്നു കഴിഞ്ഞിരുന്നു. സേതു പതുക്കെ നീലക്കൊടുവേലിക്കടുത്തേക്ക് നീങ്ങി. ആ ചെടിയിൽ നിന്ന് പുറപ്പെടുന്ന മണം അവനെ ഏതോ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ അവന് തോന്നി. അവൻ്റെ മനസ്സിൽ തൻ്റെ മുത്തശ്ശിയുടെ മുഖം തെളിഞ്ഞു വന്നു. സേതു, അത് തൊടരുത്, ചെങ്ങഴി മുത്തശ്ശി വിളിച്ചു പറഞ്ഞു. അത് തൊട്ടാൽ നിന്റെ ഈ ഗ്രാമം ഇല്ലാതാകും. നിനക്ക് നിന്റെ സുഹൃത്തിനെ നഷ്ടപ്പെടും. സേതു ഒരു നിമിഷം നിന്നു. മുത്തശ്ശിയുടെ വാക്കുകൾ അവനിൽ സംശയമുണ്ടാക്കി. അവൻ ഉണ്ണിയെ നോക്കി. ഉണ്ണി ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. സേതു, അവൾ പറയുന്നത് കള്ളമാണ്, വേലു പറഞ്ഞു. നീലക്കൊടുവേലി സത്യത്തിൻ്റെ വെളിച്ചമാണ്. നിന്റെ മനസ്സിലെ നന്മയാണ് അതിൻ്റെ കരുത്ത്. ചെമ്പൂത്ത് പെട്ടെന്ന് സേതുവിൻ്റെ കയ്യിൽ കുത്തി. അതൊരു വേദനയായിരുന്നില്ല, മറിച്ച് ഒരു ഉണർത്തലായിരുന്നു. സേതു തൻ്റെ കൈ നീട്ടി ആ നീല ഇതളുകളിൽ തൊട്ടു. ആ നിമിഷം ഒരു വലിയ സ്ഫോടനമുണ്ടായി. വെളിച്ചമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ദൃശ്യങ്ങളാണ് സേതുവിൻ്റെ കണ്ണുകളിലൂടെ കടന്നുപോയത്. തൻ്റെ ഗ്രാമത്തിൻ്റെ ഭൂതകാലം, ഭാവികാലം, പ്രളയങ്ങൾ, ഉത്സവങ്ങൾ എല്ലാം അവൻ കണ്ടു. അവൻ്റെ ശരീരം വായുവിൽ ഉയർന്നു. രാഘവൻ നായർ പതുക്കെ പഴയ രൂപത്തിലേക്ക് മാറി. അയാളുടെ കണ്ണുകളിലെ ആ വിചിത്രമായ തിളക്കം മാഞ്ഞു. അയാൾ നിലത്ത് മുട്ടുകുത്തിയിരുന്നു. എന്നെ രക്ഷിക്കൂ, അയാൾ പിറുപിറുത്തു. പക്ഷേ ചെങ്ങഴി മുത്തശ്ശി തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ തൻ്റെ രക്തം ഒരു തുള്ളി ആ ഉറവയിലേക്ക് ഇറ്റിച്ചു. നീല നിറത്തിലുള്ള ഉറവ പെട്ടെന്ന് കറുപ്പായി മാറി. നീലക്കൊടുവേലിയുടെ വെളിച്ചം മങ്ങാൻ തുടങ്ങി. മായകൾ അവസാനിക്കുന്നില്ല കുട്ടികളെ, മുത്തശ്ശി ക്രൂരമായി ചിരിച്ചു. നീലക്കൊടുവേലിക്ക് ഇപ്പോൾ ദാഹിക്കുന്നത് നിന്റെ ചോരയ്ക്കാണ്. ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് വലിയ പാറക്കല്ലുകൾ താഴേക്ക് പതിക്കാൻ തുടങ്ങി. വേലു തൻ്റെ കൂടെ നിവർത്തിപ്പിടിച്ചു. പക്ഷേ പാറക്കല്ലുകളുടെ ഭാരം താങ്ങാൻ ആ പഴയ കുടയ്ക്ക് കഴിയുമായിരുന്നില്ല. സേതുവിന് മനസ്സിലായി, നീലക്കൊടുവേലി തൊട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ സംരക്ഷിക്കാൻ മറ്റെന്തോ കൂടി ചെയ്യണം.